हालेलुया। സന്തോഷമുള്ള ദൈവജനം ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? जो खुश है अपने हाथों को उठाकर ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ और एक बार आनंद के साथ ഒരിക്കൽ കൂടെ और एक बार രാത്രിയിൽ കടന്നു വന്ന നിങ്ങൾക്ക് ഏവർക്കും എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്തുതിയാവതനങ്ങളെ അറിയിക്കുന്നു. आज रात काल आए हुए सारे प्रियजनों को मुझसे बढ़कर श्रेष्ठ कार्य करने वाले परमेश्वर के दास लोगों को सब लोगों को प्रभु यीशु मसीह के नाम में मेरा नमस्कार। ഈ പഠനത്തിൽ ദൈവത്തിന്റെ വചനവുമായി ഒരിക്കൽ കൂടെ നിൽക്കുവാൻ വലിയവനായ ദൈവം കരുണ ചെയ്തതോർത്ത് സകല മഹത്വം ക്രൂശിന്റെ ചുവട്ടിൽ അർപ്പിക്കുന്നു. और एक बार परमेश्वर के वचन को लेकर इस शहर में आने के लिए प्रभु ने मदद किया, सारी महिमा उस क्रूस के चरणों की ओर मैं रखता हूँ। ചില മാസങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ വചനവുമായി ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. कुछ महीने पहले परमेश्वर के वचन को लेकर इस शहर में मैं आया അതിന് കാരണമായി തീർന്ന ദേവദാസിയെ കുറിച്ച് കർത്താവിന്റെ ദാസൻ ഇവിടെ പറഞ്ഞു. और उसके कारण परमेश्वर ने जिस दासी को इस्तेमाल किया उसके बारे में परमेश्वर के दास ने बताया। അന്ന് പരിചയപ്പെട്ട എന്റെ ചില ആത്മീയ സഹോദരങ്ങൾ വീണ്ടും ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാനിടയായി. और उस समय परिचित किए हुए परमेश्वर के मेरे कुछ यहाँ पर भाई लोगों ने दोबारा इस मीटिंग को आयोजित किया। കഴിഞ്ഞ നാളുകളിൽ കടന്നു വന്ന പരിചയപ്പെട്ട അനേക ദൈവമക്കൾ ഇവിടെ ഉണ്ടായിരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पिछली बार जब मैं आया कई लोगों को यहाँ पे परिचित किया और सब लोग यहाँ पर हैं, उनके लिए मैं प्रभु को धन्यवाद देता हूँ। എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ എന്നോടൊപ്പം നിൽപ്പുണ്ട്. और मुझसे श्रेष्ठ परमेश्वर के दास दासी लोग मंच पर मौजूद हैं। അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്നു വന്നു. और प्रेरित पौलुस इस प्रकार से लिखा हुआ है कि वो 11 लोगों के साथ खड़ा हो गया। എന്റെ പിന്നിൽ നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരോടൊപ്പമാണ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. और बड़े सामर्थ के साथ परमेश्वर इस्तेमाल करने वाले आशीषित परमेश्वर के दास लोगों के बीच में मैं खड़ी हूँ। ദൈവവചനം കൊണ്ടുവന്നവർ തങ്ങളുടെ വചനം കരങ്ങളിൽ ഉയർത്താം. जो परमेश्वर के वचन को लेकर आए हैं वचन को अपने हाथों में उठाए। ഈ വചനം ശക്തിയുള്ളതാണ്. ये वचन में सामर्थ है। ഇന്ന് രാത്രി വചനം കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം. आज रात का ये वचन को अपने हाथों में उठाकर कहे, ഈ ശക്തിയുള്ള വചനത്തിലൂടെ ये सामर्थी वचन के द्वारा ആത്മീക വെളിപ്പാടുകൾ എനിക്ക് നൽകണമേ. आत्मिक प्रकाशन तू मुझे दे प्रभु। എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമേ. मेरे आंतरिक मनुष्य को तू बलवंत कर। എന്നെ അലട്ടുന്ന വിഷയങ്ങൾക്ക് ഇതിലൂടെ മറുപടി തരണമേ. प्रभु मेरे सारे विषयों के ऊपर तू समाधान दे। യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम में मांगता हूँ। ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തിയെ കുറിച്ച് സംസാരിക്കാൻ പരിശുദ്ധാത്മാവിനെ ശരണപ്പെടുന്നു. आज रात का परमेश्वर के सामर्थ्य के बारे में प्रचार करने के लिए मैं प्रभु में शरण प्राप्त करता हूँ। അതിനാധാരമായി ഞാൻ വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. मत्ती रचित सुसमाचार മത്തായിയുടെ 7वां अध्याय उसका 24वां आयत को हम पढ़ें। 7-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. मत्ती रचित सुसमाचार 7वां अध्याय और उसका 24वां आयत। इसीलिए जो कोई मेरी ये बातें सुनकर उन्हें मानता है वह उस बुद्धिमान मनुष्य के न्याय ठहरेगा जिसने अपना घर चट्टान पर बनाया। ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. इसलिए जो कोई मेरी ये बात सुनकर उन्हें मानता है वह उस बुद्धिमान मनुष्य के न्याय ठहरेगा जिसने अपना घर चट्टान पर बनाया। ദൈവവചനത്തിന് ദൈവത്തോളം വലിപ്പമുണ്ട്. परमेश्वर का वचन जो है वो परमेश्वर के जितना सामर्थ्य വചനം ദൈവമാണ്. और वचन परमेश्वर है। ഈ വചനത്തിനകത്ത് വിടുതൽ വ്യാപരിക്കും. ये वचन के अंदर छुटकारा होगा। വചനം
പറ്റത്തില്ല. और इसके द्वारा रूपांतर पाए हुए परमेश्वर के लोगों की गिनती हम नहीं कर सकते हैं. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ബറോഡ പട്ടണത്തിന് ഒരു ഇളക്കത്തിന്റെ സമയമായിട്ടുണ്ട്. अगर ऐसा है तो मैं विश्वास करता हूं कि इस बड़ौदा शहर को एक हिलने का समय ഒരു ഉണർവിന്റെ കാറ്റ് ഈ പട്ടണത്തിൽ വ്യാപിക്കാൻ പോകുകയാണ്. एक बेदारी की हवा यहाँ पर घूम रहा है. ദൈവജനം വിഭാഗീയ ചിന്തകളെ വാക്കണം. और जो परमेश्वर के लोग हैं वो सारी चिंताओं को भूल जाए. ഐക്യതയോടെ കരം കോർത്തു പിടിക്കാൻ തയ്യാറായ एकता के साथ अगर हाथों को पकड़ने के लिए ഈ तैयार है. പട്ടണത്തെ ഇളക്കാൻ ഒരു അഭിഷേകം അവൻ നിന്റെ അകത്ത് ഇന്ന് രാത്രി വരാൻ പോകുകയാണ്. इस शहर को हिलाने का एक अभिषेक परमेश्वर आपके अंदर देगा. ഈ പട്ടണത്തെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. इस शहर को परमेश्वर ने आपके हाथों में दिया है. ഞാൻ പാർക്കുന്ന ഈ പട്ടണം ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് और मैं जिस शहर में रहता हूँ उस शहर को प्रभु ने मेरे हाथ में दिया है. വിശ്വാസമുള്ള ദൈവജനങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് विश्वास करते हैं अपने हाथों को उठाए. നാം ഈ പട്ടണത്തെ പിടിച്ചടക്കാൻ പോവുകയാണ്. हम इस शहर के ऊपर काबू पाएंगे. നാം ഈ പട്ടണത്തിലെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. और इस शहर के विरुद्ध हम युद्ध की घोषणा നമുക്ക് करते हैं. പോരാട്ടമുള്ളത് ജനങ്ങളോടല്ല, हमारे युद्ध किसी വൈദ്യരോടും അധികാരികളോടും സ്വന്തമുള്ള ദുഷ്ടാത്മ സേനയോടുമാണെങ്കിൽ और अधोलोक की ताकत और दुष्ट आत्माओं से है. ഇന്ന് രാത്രിയുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത और आज रात कल हमारी आंखों से जो नहीं ആ ദൃശ്യമണ്ഡലങ്ങളിൽ യുദ്ധം പ്രഖ്യാപിച്ചോ. और इस दुष्ट मंडल में युद्ध की घोषणा कर. മറുപടി നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുകയാണ്. तू उसे अपने आंखों के द्वारा देखे. 2014 കണ്ണുകൊണ്ട് നീ അത് കാണും. और 2014 में अपने आंखों से उसे देखेंगे. പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബങ്ങളെ പിടിച്ചു കുലുക്കുന്നത് നീ കാണും. परमेश्वर की आत्मा कुछ परिवार ഇത് में രാത്രി വിശ്വസിക്കുന്നവരുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. तो विश्वास करते हैं वो അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി ഇവിടെ പെയ്തിറങ്ങട്ടെ. और अंधकार की सारी ताकतें आज रात कल यहाँ पे बरसने पाए. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിന്റെ മുകളിലേക്ക് പെയ്തിറങ്ങട്ടെ. परमेश्वर की आत्मा की सामर्थ उसके ऊपर बरसने ഞാൻ पाए. ആത്മാവിൽ കാഴ്ച കാണുകയാണ്. और मैं आत्मा में एक दृष्टि को देख रही हूँ. ഭൂതന്മാർ ഊരിയ വാളുകളുമായി നിലത്തു നിൽക്കുകയാണ്. और स्वर्ग को तलवार को उठाए. അതിനെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി और यहाँ पर तो उसे स्वीकार करेंगे. രാത്രി ദൂതന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി जो इस राज्य को स्वीकार ഞാൻ करेंगे. ദൈവത്തിന് നന്ദി പറയുകയാണ്. मैं परमेश्वर को धन्यवाद देती हूँ. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ और उस अधिकार पाए हुए यीशु के नाम में ദൈവത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടാൻ പോവുകയാണ്. परमेश्वर की सामर्थ्य पर प्रकट हो. ശത്രുവിനെതിരെ കെട്ടിവെച്ച ആയുധങ്ങൾ और सारे बंधे हुए हथियार. അത് കണ്ടുകൊണ്ട് നീ ഭയപ്പെടുകയാണെങ്കിൽ और उससे देखकर तुम डरना नहीं. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു. और जानकर परमेश्वर की आत्मा में बताना चाहता हूँ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. हमारे विरुद्ध बनाने वाले कोई भी हथियार वो तुम्हारे ऊपर प्रबल नहीं होंगे. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറയണം. विश्वास करते हैं वो उसे धन्यवाद दे. ആയുധം എത്ര ശക്തിയുള്ളതായിരുന്നാലും और चाहे वो हथियार कितना भी साहसी हो. മോഡേൺ വെപ്പൺ ആയാലും ओ भले वो कितना भी आधुनिक हो. വചനമകത്തുള്ളവരെ തൊടാൻ और वो वचन अंदर आएगा. ഒരു ശക്തിക്കും കഴിയില്ല. और कोई सामर्थ्य नहीं पाएगा. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. हालेलुया. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ റഷ്യയിൽ और कम्युनिस्ट राज्य जो रूस है പീഡനം അനുഭവിച്ച ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. उपद्रव को सहन किए हुए एक परमेश्वर के दास के बारे में मैंने पढ़ा है. അദ്ദേഹത്തിന്റെ പേര് റിച്ചാർഡ് ഗൂബ്രാൻഡ് എന്നാണ്. और उनका नाम है रिचार्ड गुब्रांड. അദ്ദേഹത്തിന്റെ ഭാര്യ സബീന ഗൂബ്രാൻഡ്. और उनकी जो पत्नी है वो सबीना गुब्रांड है. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. मैंने अपने आंखों से उन्हें देखा. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ उनके शरीर में 18 കമ്പി തുളച്ച് പഴുപ്പിച്ച് അപ്പുറത്ത് കിടന്ന പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. उनके शरीर में ऐसे 18 जगहों पर जो सरिया है उसे गर्म कर ठोसा गया. അതിന്റെ കാരണം അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. कारण ये है कि वो एक यहूदी था. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം അദ്ദേഹത്തിന്റെ അകത്തു കിടന്നപ്പോൾ जब प्रभु यीशु मसीह का वचन उनके भीतर प्रवेश किया, ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന യേശു ക്രിസ്തുവിനെ അദ്ദേഹം പ്രസംഗിക്കാൻ ആരംഭിച്ചു. जीवन को रूपांतर करने वाले यीशु मसीह की वो प्रचार करने लगे. അദ്ദേഹത്തിന്റെ പ്രസംഗം ശക്തമായപ്പോൾ യഹൂദന്മാരും കമ്മ്യൂണിസ്റ്റുകാരും പലരും യേശുവിനെ അംഗീകരിക്കാൻ തുടങ്ങി. जब उनके प्रचार सामर्थ के साथ वो करने लगे तब कई यहूदी लोग और कई कम्युनिस्ट लोग प्रभु यीशु मसीह को स्वीकार किए. ഭരണകൂടത്തിന് ഭയമായി തീർന്നു. और उस बात को सुनकर सरकार डर गई. അങ്ങനെ
കടത്തിവിട്ടത്. और उनको एक ऐसे द्वार के द्वारा ले जाया गया जहां पर केवल एक ही व्यक्ति उस सरियों के बीच खड़े रह सकता है. രാവും പകലും ഇങ്ങനെ തന്നെ നിൽക്കണം. रात दिन ऐसा ही खड़ा है. വേണ്ടതുപോലെ ഭക്ഷണം കൊടുക്കില്ല. उससे भोजन नहीं देते हैं. ദിവസങ്ങളായി പട്ടിണി കിട്ട എലികളെ ആ കമ്പികൾക്കകത്തൂടെ കടത്തിവിടും. और कई दिनों तक भूखा रहने वाले चूहों को उस सरिये से अंदर जाने देते हैं. പീഡനങ്ങൾ സഹിച്ച മനുഷ്യർ അതിനകത്ത് നിന്നു. और ये सारी पीड़ाओं को सहन करते हुए वो परमेश्वर के दास वहां पर खड़े रहे. 12 വർഷങ്ങൾ അദ്ദേഹം ആ ജയിലറയ്ക്കകത്ത് കിടന്നു. 12 साल उस बंदीघर में वो खड़े रहे. 13ാമത്തെ വർഷം അദ്ദേഹത്തിന്റെ ഭാര്യ സബീന കുബ്രാനെയും അദ്ദേഹത്തെ പോലെ തന്നെ ഒരു തടവറയ്ക്കകത്തേക്ക് और കൊണ്ടുപോയി. 13वें साल में उनकी पत्नी सबीना कुबरान को भी उसी तरह एक बंदीघर में रखा गया. താനിട്ടിരുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും മാറാൻ പോലും അനുവാദം കൊടുക്കാതെ 2 വർഷക്കാലം ആ മാന്യയായ സ്ത്രീ ദൈവവചനത്തിന് വേണ്ടി പീഡനമേറ്റു. और जो वस्त्र को उन्होंने पहना था उसी वस्त्र के साथ 2 साल तक उस बंदीघर में उन्हें रखा गया. जो विश्वास किया, वचन की घोषणा की, उसके द्वारा उनको भी पीड़ा सहन करना ഒരു पड़ा. സ്ത്രീ സ്വന്തം വസ്ത്രം മാറാൻ കഴിയാതെ 2 വർഷം ജീവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? एक स्त्री 2 साल तक अपने वस्त्र को न बदलते हुए एक ही जगह पर है. क्या आप उसकी कल्पना कर सकते हैं? ദൈവവചനത്തിനു വേണ്ടിയുള്ള കഷ്ടങ്ങളിൽ അവർ സന്തോഷത്തോടെ ദൈവവചനത്തിൽ കിടന്നു. और परमेश्वर के नाम के निमित्त आनंद के साथ वो बंदीघर में रहे. അങ്ങനെ 14 വർഷങ്ങൾ അവർ രണ്ടുപേരും ആ ജയിലറയ്ക്കകത്ത് കിടന്നു. वैसे 14 साल वो दोनों बंदीघर में रखा गया. അവരുടെ മകൻ നിരീശ്വരവാദിയായി മാറി. और उनका बेटा जो है वो एक नास्तिक हो गया. ഈ ദൈവം രക്ഷിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് എന്റെ മാതാപിതാക്കളെ രക്ഷിക്കുന്നില്ലെന്ന് തോന്നി. अगर ये परमेश्वर बचाने वाला है तो क्यों मेरे माता पिता को नहीं बचाया? മാതാപിതാക്കളുടെ വിശ്വാസത്തെ തള്ളി പറയാൻ വേണ്ടി ഈ മകൻ ജയിലറയ്ക്കടുത്തേക്ക് വന്നു. और ये बेटा उनके माता पिता ने जिस परमेश्वर के ऊपर विश्वास किया उसको ठोकर मारने के लिए बंदीघर के पास आया. ചിഹ്ന വേഷം ധരിച്ച ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ और जब गंदे वस्त्र पहने हुए वो स्त्री उस बेटे को मिलने के लिए आई. അവരെ കമ്പിയഴിക്കകത്തൂടെ അവരുടെ കരങ്ങൾ പുറത്തേക്കിട്ട് ആ മകനെ തടവിയിട്ട് ഇങ്ങനെ പറഞ്ഞു. और वो उस जो वहां पे जो ग्रिल था उसके द्वारा अपने हाथ को बाहर निकालकर बेटे के ऊपर रखते हुए मालिश करते हुए कहा, മോനെ, യേശുവാണ് ജീവിക്കുന്ന ദൈവം. बेटा यीशु ही जीवित परमेश्वर है. ഈ കഷ്ടങ്ങളൊന്നും സാരമില്ല, ജീവിക്കുന്ന ഒരേ ഒരു ദൈവം യേശു മാത്രമാണ്. और ये सारी जो कष्ट है वो कोई बात नहीं है, केवल यीशु ही जीवित है. ഇവർ വിശ്വസിച്ചതിനെതിരെയുന്ന നിരീശ്വരവാദിയായ മകൻ और ये जिस परमेश्वर के ऊपर विश्वास करते थे उनके विरुद्ध नास्तिक उनका बेटा അലറി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, वो चिल्लाकर रोते हुए ऐसे कहा, ലോകത്തിലെ സകല തത്വസംഹിതകളും ദൈവവചനത്തിനെതിരായി വന്നാലും और दुनिया के सारे जो विश्वास है वो परमेश्वर के वचन के विरुद्ध आए. ലോകത്തിലെ സകല മതങ്ങളും യേശുവിനെ തള്ളിപ്പറഞ്ഞാലും दुनिया के सारे धर्म अगर यीशु को ठोकर मारे, ദീർഘവർഷങ്ങൾ ജയിലറയ്ക്കകത്ത് കഷ്ടം സഹിച്ച എന്റെ അമ്മയുടെ വചനത്തിന്റെ മുൻപിൽ ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കുന്നു. और 14 साल बंदीघर में रहकर विश्वास करने वाले उस मेरे माता पिता के परमेश्वर के ऊपर मैं विश्वास करता हूँ. ഇന്ന് രാത്രിയിൽ ആ ജീവിക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. आज रात का उस जीवित परमेश्वर को हम यहाँ पर उठा रहे हैं. ജീവിതത്തിലെ പ്രതികൂലത്തിന്റെ കാറ്റുകൾ കാണുമ്പോൾ നീ എടുത്ത തീരുമാനത്തിന് പുറകോട്ട് പോകരുത്. और इस संसार में बीतने वाली बातों को जब तुम देखते हैं तो जो निर्णय लिया है उस निर्णय से कभी पीछे नहीं हटना. കഷ്ടങ്ങളുടെ കീഴ്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നീ എടുത്ത തീരുമാനം സത്യമാണോ എന്ന് പിന്തിരിഞ്ഞ് നോക്കാൻ അനുവദിക്കരുത്. और जीवन में जो कष्ट तुम सामना करते हो तो उसके बीच में जो तुमने विश्वास किया है वो सही है, ऐसा ही कहे. കൈപ്പറ്റി കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവരാരും ദൈവരാജ്യത്തിൽ കൊള്ളാകുന്നവരല്ല. मेरे ऊपर हाथ रखते हुए पीछे की ओर देखता है वो परमेश्वर के राज्य के लिए योग्य नहीं है. നിന്റെ കുടുംബത്തിന്റെ അകത്ത് പലർക്കും വെളിപ്പെടാത്ത ഈ ദൈവവചനത്തിന്റെ സത്യം നിന്റെ അകത്ത് എഴുതി ചേർക്കുവാൻ നിത്യനായ ദൈവം പ്രസാദിച്ചെങ്കിൽ ഇന്ന് രാത്രി അവന്റെ മുൻപിൽ നിന്റെ ജീവിതത്തെ ഒരിക്കൽ കൂടെ നീ സമർപ്പിക്കണം. आपके परिवार को प्रकाशित नहीं हुआ ऐसा कोई बात परमेश्वर ने आपको दिया हुआ है तो आज रात का उस परमेश्वर के सामने अपने घुटने को टेके. 14 വർഷങ്ങൾ ജയിലറയിൽ കിടന്നിട്ട് और 14 साल बंदीघर में रहने के बाद ഒരു രാത്രിയ ഭരണകൂടം തീരുമാനിച്ചു ഇവരെ രണ്ടുപേരെയും കൊന്നുകളയണം. और एक रात उस सरकार ने निर्णय किया कि ये दोनों को मार डालना है. ജീവിക്കുന്ന രക്തസാക്ഷികളെന്ന് അറിയപ്പെടുന്ന ഒരു മനോഹരമായ പുസ്തകം അവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. और वो जीवित
नाम के लिए सामर्थ के साथ ठहरने वाले परमेश्वर, यहाँ पर गीत गाए हुए सारे भाई लोगों को मैं धन्यवाद देना चाहती हूँ। आशीषित परमेश्वर के दास लोगों को मैं धन्यवाद देना चाहती हूँ, क्योंकि हमारा लक्ष्य यह है कि यीशु मसीह जीवित है। उस बात को और हम कभी नहीं डरेंगे कहने के लिए कि और किसी में उद्धार नहीं है। आकाश के नीचे और पृथ्वी के ऊपर यीशु मसीह के सामर्थ की तरह, ताकत की तरह और कोई नाम नहीं है, नहीं है। हालेलुया, हालेलुया, हालेलुया। जो वचन हमने पढ़ा उसके और लौट कर आए। समाचार 7वां अध्याय 24 आयत से जब पढ़ते हैं, यहाँ पर दो मनुष्य के बारे में बताया गया है। दोनों मनुष्यों ने एक ही तरह से काम किया और जो भी पत्थर है, ईंट है, रेती है, वो सब एक ही जगह से खरीदा है और उनके घर को बनाने वाला व्यक्ति भी एक है। यहाँ पर एक ही फर्क है जो नींव में है। एक व्यक्ति ने अपना नींव है, घर का नींव रेत पर बनाया, दूसरे व्यक्ति का नींव चट्टान के ऊपर है। दोनों घर का काम हो गया, दोनों घर में लोग रह रहे हैं। जब संसार देखती है तो घर में कोई फर्क नहीं है। कुछ समय के बाद बहुत सामर्थ के साथ हवा और बारिश आने लगी। सब लोग इस घर को देखकर आश्चर्यचकित हो गए। परंतु जब वो वहाँ बहुत बड़ी तूफान आया, जब वर्षा गिरी, रेत पर जिस घर को बनाया गया था वो घर टूट गया। हालेलुया, हालेलुया। परंतु चट्टान के ऊपर जो घर बनाया था वो बिल्कुल नहीं हिला। जब तक तूफान नहीं आया तब तक दोनों घर एक समान थे। आज रात का परमेश्वर की आत्मा कहती है, हमारे जीवन में जब मुश्किलें की तूफानें आई और तुम्हारी मृत्यु को देखने की कई लोगों ने
തുപ്പിക്കൊണ്ടിരുന്നു. और वो मसाले खाकर थूक रहा था. പല പ്രാവശ്യം ഗാന്ധിജിക്ക് അസഹ്യമായി തോന്നി. और कई बार महात्मा गांधी को ये बात थोड़ी सी संकट सी लगी. ഒടുവിൽ അദ്ദേഹം വളരെ ശാന്തമായിട്ട് പറഞ്ഞു, സഹോദര, ഇതെന്റെ ശരീരത്തിൽ വീഴുന്നു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. और थोड़ा समय के बाद महात्मा गांधी ने उससे बड़े शांत शब्द से कहा कि भाई आप थूक रहे हो, वो मेरे शरीर पर गिर रहा है, थोड़ा सा संभालो. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല. और वो भाई को बिल्कुल पसंद नहीं आया. അദ്ദേഹം വീണ്ടും മുറുക്കി തുപ്പാൻ തുടങ്ങി. और वो फिर से चबाकर थूकने लगा. ഗാന്ധിജി വളരെ ശാന്തമായി ഒന്ന് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. और महात्मा गांधी उससे साफ करते रहे. അങ്ങനെ ട്രെയിൻ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ वही अपने लक्ष्य स्थान में पहुंचा. റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കും തിക്കും. और रेलवे स्टेशन में बहुत बड़ी भीड़ है. ഈ മുറുക്കി തുപ്പിയ മനുഷ്യൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ और जब ये व्यक्ति जो मसाले खा रहा था उसने ध्यान से ആ देखा റെയിൽവേ സ്റ്റേഷനിൽ വന്ന ജനക്കൂട്ടം ഒരു മനുഷ്യനെ പൊക്കിയെടുക്കുകയാണ്. और वहां पर आए हुए जो भीड़ है वो एक व्यक्ति को उठा रहे हैं. ആ മനുഷ്യനെ പൊക്കിയെടുത്തപ്പോൾ ചോദിച്ചു, ഇതാരെന്ന് ചോദിച്ചു. और जब उस व्यक्ति को उठाया तो ये भाई ने पूछा कि ये कौन है. ഇതാണ് നമ്മുടെ രാഷ്ട്രപതിയായ മഹാത്മാഗാന്ധി. और ये हमारे राष्ट्रपति महात्मा गांधी जी हैं. ഈ മുറുക്കി തുപ്പിയ മനുഷ്യന് വളരെ വേദന തോന്നി. और ये थूकने वाले व्यक्ति को बहुत बुरा लगा അദ്ദേഹത്തോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. और उससे वो कुछ बोल नहीं पाए. ഉടനെ അദ്ദേഹത്തെ കൊണ്ട് ആ യോഗസ്ഥലത്തേക്ക് പോവുകയാണ്. और फिर उनको लेकर सभा के स्थान में पहुंचे. ആ യോഗസ്ഥലത്തിന്റെ ഒരു സ്ഥലത്ത് ചെന്ന് ഈ മുറുക്കി തുപ്പിയ മനുഷ്യൻ നിൽക്കുകയാണ്. और उस सभा जिस जगह पर हो रहा था वहां पर एक कोने पे ये व्यक्ति खड़ा है. യോഗം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി വന്നപ്പോൾ ഈ മനുഷ്യനോട് അടുത്ത് ചെന്നു. सभा के बाद ये व्यक्ति जो है महात्मा गांधी जी के पास गए. അദ്ദേഹം കാലിൽ വീണിട്ട് പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റി, എന്നോട് ക്ഷമിക്കണം. उनके चरणों पे गिर के कहा कि मुझे माफ कर देना, मेरे से गलती हो गई है. ഞാനാണ് ട്രെയിനിൽ വെച്ച് നിങ്ങളുടെ ശരീരത്തിൽ उस തുപ്പിക്കൊണ്ടിരുന്നത്. ट्रेन में मैं आपके ऊपर थूक रहा था. എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു, എന്നോട് ക്ഷമിച്ചേ പറ്റൂ. मुझे बहुत दुख महसूस हो रहा है, मुझे माफ कर देना. മഹാത്മാഗാന്ധി ചിരിച്ചുകൊണ്ടൊരു മറുപടി ഇങ്ങനെ പറഞ്ഞു, महात्मा गांधी मुस्कुराते हुए ऐसे उत्तर दिया, എനിക്ക് നിങ്ങൾ മുറുക്കി തുപ്പിയതൊന്നും ഒരു ഭാരമായി തോന്നിയില്ല. आपने थूका उससे मुझे कोई मुश्किल ही नहीं है. പക്ഷെ എനിക്ക് പ്രയാസം തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. परंतु मुझे इस बात से दुख हुआ जो मैं आपसे बताना നിങ്ങൾ चाहता हूँ. എനിക്കെതിരെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ വായിൽ നിന്ന് വന്ന ഗാനം മഹാത്മാഗാന്ധിയെ പുകഴ്ത്തി പറയുന്നതായിരുന്നു. और भले आप मसाला खा के थूक रहे थे मेरे ऊपर, फिर भी आपकी जुबान से निकलने वाली जो गीत है वो महात्मा गांधी जी के बारे में है. Praise the Lord. हालेलुया. ഇന്ന് പലരും ഇങ്ങനെയാ കർത്താവിനെ സ്തുതിക്കുന്നത്. आज हम भी परमेश्वर की स्तुति ऐसे करते हैं ഹല്ലേലൂയ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. और हम बहुत परमेश्वर को धन्यवाद देते അവൻ हैं, പറയുന്നതൊന്നും അനുസരിക്കാൻ തയ്യാറുള്ളത്. परंतु उसके वचन की आज्ञाकारी नहीं बनते हैं. രാത്രി ദൈവവചനം അനുസരിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. और आज रात तक यहाँ पर बैठने वाले लोग उसके वचन की അവരുടെ आज्ञाकारी हैं. വചനത്തിന്റെ സത്യങ്ങളെ കേട്ട് ഗ്രഹിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. उसके वचन की सच्चाई को सुनने वाले लोग यहाँ पर बैठे हैं. എന്നാൽ ദൈവം പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ अगर परमेश्वर ने कोई ऐसी बात बताई है जो ആ आपने വചനം ഏറ്റെടുക്കാൻ नहीं किया है, നാം തയ്യാറാകണം. उस वचन को हम स्वीकार करें. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഒരിക്കൽ കൂടെ ഇതിനുവേണ്ടി ഒരു സമർപ്പണം നാം നടത്തണം. इस साल के आरंभ में और एक बार हमारे जीवन में एक समर्पण हो. ഈ വചനം ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്നത്. यह वचन जीवनों को रूपांतर करता है. പുസ്തകം പറയുന്നു, ഈ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുള്ള ദൈവത്തിന്റെ വചനം. और परमेश्वर का वचन कहता है कि ये वचन जो है वो उस चट्टानों को तोड़ने वाली हथौड़े के नहीं है. കല്ല് പോലെയുള്ള ഹൃദയങ്ങൾക്ക് മാനസാന്തരം വരുത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. कठोर मन को रूपांतर करने वाला है. ഈ വചനം അകത്ത് കയറി അതിന്റെ കാഴ്ചപ്പാട് അവൻ മാറ്റും. ये वचन जब हमारे अंदर प्रवेश होगा तो हमारी दृष्टिकोण बदल ഈ जाएगी. വചനം അകത്ത് കയറി അതിന്റെ സ്വഭാവം അവൻ മാറ്റും. ये वचन हमारे अंदर प्रवेश होगा तो हमारा स्वभाव बदल ഈ जाएगा. വചനത്തിന്റെ അകത്ത് കയറി അതിന്റെ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് നിന്നെ മനസ്സിലാകും. और ये वचन जब हमारे अंदर घुसेगा तो हमारे आजू बाजू में जो लोग हैं वो हमें पहचान पाएंगे. ഈ വചനത്തിന്റെ അകത്ത് കയറി അതിന്റെ സാഹചര്യങ്ങളെ നീ മാറ്റാൻ തുടങ്ങും. ये वचन जब हमारे अंदर प्रवेश करेगा तो हमारी जो अवस्था है वो बदलने लगेगी. വചനം അകത്ത് കയറിയ ദൈവ പൈതൽ മറ്റുള്ളവരെ സ്വാധീനിക്കും.
स्वभाव है दूर हो जाएगा। അവന്റെ രഹസ്യ പാപങ്ങളോട് അവൻ വിട പറഞ്ഞുകൊണ്ടിരിക്കും. उसके जो गुप्त पाप है उसे वो छोड़ देगा। അവന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. उनके परिवार में शांति बना रहेगा। അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങും. वो अपनी पत्नी से प्रेम करेगा മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരും. और वो शराबी से दूर हो जाएगा ദുർനടപ്പിലേക്ക് പോകാൻ അവൻ കഴിയില്ല. और वो गलत मार्ग में नहीं चलेगा। ലോകത്തിലുള്ള മുഴുവൻ പോലീസുകാരും ഒന്നിച്ചിടിച്ചിട്ടും और भले दुनिया के सारे पुलिस वाले उससे मारेंगे, സത്യമറിയാതെ മത്സരിച്ച് നിന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. मैंने कुछ लोगों को देखा है कि जो सच नहीं बोलते हैं, ഞാൻ ചെയ്യണമെങ്കിൽ സുവിശേഷത്തിന്റെ ശക്തി കടന്നു ചെന്നപ്പോൾ परंतु जब परमेश्वर के वचन का कार्य उसके अंदर हुआ, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദൈവവചനത്തിന് മുൻപിൽ അവർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. छोटे बच्चे के न्याय वो परमेश्वर के वचन के सामने रोते हुए मैंने देखा है। വചനം അവരുടെ അകത്ത് കടന്നപ്പോൾ वचन जब उनके अंदर गया അവർക്കുണ്ടായ പരിവർത്തനം
जो भोजन जो है वो उबाल के देने वाले हैं और उनको जो है शाकाहारी भोजन दिया गया। संक्षेप रूप में बताना चाहता हूँ और वो व्यक्ति जैसे चाहते थे वैसा उनको करके दिया। 10 दिन के बाद जो लोग राजा के भोजन को खाए हैं और इन लोगों के बीच का अंतर क्या है? जो लोग राजा की भोजन को खाए उनके जीवन में नहीं दिखने वाला एक ईश्वरीय ज्योति इनके जीवन में दिखने लगा। अगर आप वचन के लिए ठहरने वाला व्यक्ति है तो अगर परमेश्वर की व्यवस्था के अंदर जीवन बिताने वाला व्यक्ति है तो सांसारिक लोगों से तुम बिल्कुल अलग होंगे। आपके शरीर में एक ऐसा सामर्थ होगा जो उनके जीवन में नहीं है। आपके मुख में एक ऐसा ईश्वरीय तेजस होगा जो उनके और नहीं है। आज रात काल ऐसी कामना करने वाले कुछ लोग यहाँ पर हैं। हे प्रभु मैं तेरे वचन का पालन करूं, मेरे अंदर एक ईश्वरीय ज्योति हो। और 10 दिन पहले दूसरों के सामने झुककर भीख मांगने वाला व्यक्ति जब वचन के लिए ठहरने लगा, जब परमेश्वर ने उसे उठाया और जिसके सामने उसने विनती की आज उसके ऊपर वो शासन कर रहा है। अगर हम तात्कालिक किसी व्यक्ति के अधीन में हैं तो अगर हम वचन को स्वीकार किए हैं, उसको खाए हैं और परमेश्वर बहुत ही शीघ्र आपको उठाने वाला है। हालेलुया। आप किसी के अधीन में नहीं रहेंगे परंतु उनके ऊपर प्रभुता करेंगे। जो लोग वचन की पालन नहीं करते हैं उन लोगों के बीच में परमेश्वर आपको एक प्रमोशन देगा। और जो परमेश्वर की सेवा करते हैं और नहीं करते हैं उनके बीच का एक अंतर प्रभु आपके द्वारा दिखाएगा। आज रात का आप बेकार से नहीं आए हैं, परमेश्वर आपको लेकर आया है। प्रभु आपके जीवन को बदलने वाला है। परमेश्वर का पुत्र यहाँ पर मौजूद है हमारे सारे दर्दों को दूर करने के लिए। हमारे विरुद्ध शब्द लिखा हुआ है, जो शैतान ने लिखा हुआ सारे पत्रों को दूर करकर परमेश्वर की दूर की उपस्थिति यहाँ पर हो। परमेश्वर का वचन जो पालन करते हैं उसके लिए स्वर्गदूत उतर आएगा और जो वचन का पालन करता है भले वो आग में गिरे। मैं विश्वास करता हूँ परमेश्वर उनके बीच में चौथा होकर नहीं प्रकट हुआ। जो वचन को पालन करते हैं उनसे पहले ही वो आग में उतर के खड़ा है और तुम्हारे परेशानी में तुम अकेले नहीं, तुम्हारे कष्टों में तुम अकेले नहीं। प्रभु तुम्हारे आगे वहां
दूसरे एक राज्य के स्थानापति को भेजा है। യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ जब युद्ध की घोषणा होती है ആ രാജ്യം ആദ്യം അവരുടെ സ്ഥാനാപതിയെ തിരിച്ചു വിളിക്കും. और वो राज्य जो है सबसे पहले अपने स्थानापति को वापस बुलाएंगे। അങ്ങനെയാണെങ്കിൽ നീ ഭക്തനാണെങ്കിൽ अगर ऐसा है और आप परमेश्वर के भक्त हैं तो നിന്റെ മേൽ ഉത്തരവാദിത്തമുള്ള ഒരു സ്വർഗീയ ഗവൺമെന്റ് ഉണ്ട്. आपके ऊपर एक जिम्मेवारी स्वर्गीय राजनीति है। ആമേൻ. हालेलुया, ആമേൻ. हालेलुया। 2006 ഡിസംബർ 26-ാം തീയതി 2006 दिसंबर 26 तारीख को കേരളത്തിൽ സുനാമി എന്ന് പറയുന്ന ഭയങ്കര മാരകമായ കാര്യം നടന്നു. और केरल के प्रदेश में बहुत बड़ा सुनामी आया। Praise the Lord. हालेलुया। 2006-ൽ വന്ന ആ സുനാമിയിൽ 2006 में जो सुनामी आया ഒറ്റ വിശ്വാസികളും മരിച്ചില്ല. एक भी विश्वासी नहीं मरा। Praise the Lord. आमेन, ആമേൻ. आमेन। ദൈവജനത്തിന് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. परमेश्वर के लोगों को आनंद देने वाली बात को मैं बता रहा हूँ। 2006 ഡിസംബർ 26 എന്ന് പറഞ്ഞാൽ और 2006 दिसंबर 26 तारीख അതൊരു ഞായറാഴ്ചയായിരുന്നു. और वो इतवार का दिन था। സുനാമി വന്നത് രാവിലെ 10 മണിക്ക് ശേഷമാണ്. सुनामी सुबह 10 बजे के बाद आया। ദൂത് മനസ്സിലായവർ ദൈവത്തിന് നന്ദി इसको പറയുന്നു. संदेश मिला है और जो है वहाँ दे। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ദൈവവചനഭാഗത്തുള്ള जिसके अंदर परमेश्वर का वचन है, ദൈവജനം ഒരുമിച്ച് ദൈവാലയങ്ങളിൽ കൂടി വന്ന് ആരാധിച്ചപ്പോൾ परमेश्वर के लोग का मिलकर परमेश्वर की उपस्थिति में आके आराधना किया ദൈവത്തിന്റെ ന്യായവിധിയുടെ വെള്ളം സമുദ്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കയറി വന്നു. और परमेश्वर के न्याय का वो जल समुद्र से पृथ्वी की ओर आया। ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഉത്തരവാദിത്തമുള്ള ദൈവം और परमेश्वर की जो जन उसकी आराधना करते हैं उनके लिए एक जिम्मेवारी परमेश्वर को है। അതുകൊണ്ടാണ് ഞായറാഴ്ച 10 മണി കഴിഞ്ഞ ആഴ്ച इसीलिए इतवार को 10 बजे के बाद सुनामी आया। പിന്മാറ്റക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒഴുകിയിട്ടുണ്ട്. और यार कोई भी जो कलीसिया में नहीं जाते हैं तो वो उसके अंदर हैं। അതുകൊണ്ട് ആരാധന മുടക്കരുത് കേട്ടോ. സുനാമി വരും. इसीलिए हमेशा आराधना में जाएंगे तो सुनामी Praise the Lord. हालेलुया, Praise the Lord. हालेलुया। നിന്നെ മാറ്റിയിട്ടേ ദൈവം ചിലത് ചെയ്യുള്ളൂ. तुम्हें हटाकर ही परमेश्वर उस कार्य को करेगा। പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി സ്വർഗ്ഗം ചില ന്യായവിധിയുടെ കരങ്ങൾ വെളിപ്പെടുത്താൻ जो പോകുന്നു. प्रार्थना करते हैं उनके उत्तर के लिए परमेश्वर कुछ न्याय को प्रकट करने वाला है। പരിശുദ്ധാത്മാവിനോട് പറയുന്ന ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കും. परमेश्वर की आत्मा मुझे जो संदेश दे रहा है उसकी ओर मैं प्रवेश करना चाहती ഈ हूँ। പട്ടണത്തിന്റെ നടുവിൽ ദൈവം ന്യായവിധിയുടെ കരങ്ങൾ വെളിപ്പെടുത്താൻ इस പോകുന്നു. शहर के बीच में परमेश्वर न्याय करने वाला है। എത്ര
കണ്ടെത്തിയവരാണോ ഇവിടെ ഇരിക്കുന്നത്? यहाँ पर बैठे हुए आप लोग क्या स्वर्ग राज्य की उस मूल्य वस्तु को आप जानते हैं? നിങ്ങൾക്കുള്ള വിലയേറിയ പലതും നഷ്ടപ്പെട്ടിട്ട് आपके जीवन में जो बहुत ही मूल्य है वो नष्ट हो चुके हैं। നിങ്ങൾക്കുള്ള സകല സമ്പത്തും മുടക്കിയിട്ട് आपकी सारी संपत्ति को आपने नष्ट कर कर ഈ നിധി നിങ്ങൾ അവകാശമാക്കിയെങ്കിൽ अगर इस निधि को आपने पाया है तो ലോകം നിങ്ങളെ നോക്കി പോഷന്മാരെന്ന് വിളിച്ചേക്കാം. दुनिया आपको देखकर कहेगी ये तो मूर्ख है, എന്നാൽ സ്വർഗം നിങ്ങളെ നോക്കി വിളിക്കുന്ന ഒരു പേരുണ്ട്. परंतु स्वर्ग आपको देखकर एक नाम बुलाएगा। അവൻ ഭാഗ്യവാനാണ്. ये तो धन्य है, അവൻ ഭാഗ്യവാനാണ്. ये तो धन्य है। ലോകം കാണാത്തതിലും നീ കണ്ടെങ്കിൽ और आपने ऐसा कुछ देखा जो दुनिया नहीं देख पाई, നീ ഭാഗ്യവാനാണ്. आप धन्य हैं। Praise the Lord. हालेलुया। ആവർത്തന പുസ്തകത്തിൽ ഈ ഒരു വാക്യമുണ്ട്. और निर्गमन की पुस्तक में ऐसा एक वचन है, ആകയാൽ എന്റെ ഈ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. इसलिए ये वचन को अपने जीवन में संग्रह करें। ഒരു ഭക്തൻ പറയുന്നു ഞാനത് കണ്ടെത്തി ഭക്ഷിച്ചു. एक भक्त ने कहा कि मैंने उसे पाया, उसे खाया। മറ്റൊരു ഭക്തൻ പറയുന്നു ഞാനത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. दूसरा एक भक्त कहता है कि मैंने उसे अपने हृदयों में संभाला है। കണ്ടെത്തി ഭക്ഷിച്ച ഭക്തൻ പറയുക और जिसने उस वचन को ढूंढ कर खाया वो कहता है, ഞാൻ ഈ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചത് നിമിത്തം और जो वचन को मैंने खाया है उसके निमित्त ഞാൻ ഒറ്റപ്പെടേണ്ടി വന്നു. और मैं अकेला हो गया, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഉല്ലസിച്ചിട്ടില്ല. और मैं तो उन लोगों के झुंड में नहीं रह पाया। നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കാൻ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. और प्रभु तूने मेरे जीवन में व्यसन को रखा है, इसलिए मैं उस जगह पर हूँ। വചനം കണ്ടെത്തി ഭക്ഷിച്ച നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ अगर वचन को तुमने खाया है उसके कारण आपको अपने भवन से बाहर किया है, നിത്യതയിൽ നിന്നെ കാത്തിരിക്കുന്ന വലിയൊരു നിക്ഷേപങ്ങളുണ്ട് നീ മറക്കരുത്. और अनंत जीवन में आपके लिए वाच होने वाली बहुत बड़ी एक आशीष है। നിന്റെ വീട്ടുകാരും നാട്ടുകാരും ചാർച്ചക്കാരും നിന്നെ കൈവിട്ടെങ്കിൽ आपके घर के लोग, आपके प्रिय लोग आपको छोड़ दिए हैं। നിനക്കനേക മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്വർഗ്ഗം ഒരുക്കി कई കഴിഞ്ഞിട്ടുണ്ട്. माता पिता और भाई लोगों को स्वर्ग ने तैयार किया है। നിന്നെ സ്നേഹിക്കുന്ന ചില ബന്ധങ്ങൾ ഭൂമിയിൽ നഷ്ടപ്പെട്ട और आप जिससे प्रेम करते हैं ऐसे कोई आपके संबंध नष्ट हो जाए, യാഗോർത്ത് ഭാരപ്പെടേണ്ട. നിന്നെ സ്നേഹിപ്പാൻ ദൈവം മറ്റൊരു ഒരുക്കും. और उस बात को सोचकर आप दुखी न हो, आपके लिए प्रभु किसी और को तैयार करेगा। Praise the Lord. हालेलुया। എന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ और मेरे वचन को अपने जीवन में उतारेंगे അത് നിന്റെ ഹൃദയത്തിന് സന്തോഷമാകും. और वो आपके जीवन में आनंद का कारण बनेगा। നിന്റെ മനസ്സിന് ആനന്ദമാകും. वो जो आपके जीवन में आनंद का कारण होगा। ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന और जो अपने वचन को हृदय में संग्रह करता है ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി അറിയാം. और उसके मुख को आप देखकर पहचान पाएंगे। Praise the Lord. हालेलुया। Praise the Lord. हालेलुया। ചിലരുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും ഒരു കപ്പൽ നിറച്ച് പഞ്ചസാര ചാക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോയി. और कुछ लोग ऐसे बैठे हुए हैं कि एक जहाज में जो चीनी है वो भरा हुआ है और वो नाव डूब गया है। Praise the Lord. हालेलुया। Praise the Lord. हालेलुया। ആർക്കെങ്കിലും കടം മേടിച്ചതുപോലെ തരാനുണ്ടോ നോക്കാണ് ഇരിക്കുന്നത്. ये आप इसीलिए इतने चिंतित होकर बैठे हैं कि जो आपके कर्जदार है उससे आपको लेना है। Praise the Lord. हालेलुया। വചനമകത്ത് കയറിയാൽ നീ അറിയാതെ സന്തോഷിക്കണം. अगर वचन आपके अंदर प्रवेश किया है तो आप आनंदित रहेंगे। Praise the Lord. हालेलुया। തകർക്കണമൊക്കെ മാറാൻ തുടങ്ങുമെന്ന്. और तुम्हारी जो अवस्था है वो सब बदलने लगेगी। ചിലരുടെ തലയുടെ കനം കണ്ടാൽ അവരുടെ തലയിൽ കൂടെ ബഹളാ പോണെന്ന് തോന്നും. और कुछ लोग तो ऐसे बैठे हैं कि आपके सर के ऊपर से बरवा जा रहा है, ऐसा लगता है। Praise the Lord. हालेलुया। അവിടെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നിൽക്കുവാണെങ്കിൽ അറിയരുത്. और आप ऐसा सोचते हैं कि बरवा अगर मैं हिलूंगा तो बरवा गिर जाएगा। ഉറക്കം പോയവരൊക്കെ ഇത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. जिसका नींद उड़ गया है वो परमेश्वर को धन्यवाद दे। Praise the Lord. हालेलुया। Praise the Lord. हालेलुया। വചനമകത്ത് കടന്നു ചെന്നവന്റെ മുഖം കണ്ടാൽ അറിയാം. और जिसके अंदर वचन है उसको उनके चेहरे को देखकर आप पहचान सकते हैं। ഞങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിന്റെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു നേതാവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. और हमारे एक अगुवे के बारे में मैंने ऐसा पढ़ा है, അദ്ദേഹത്തിന്റെ ചിരി കണ്ട് പലരും വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. उनके हंसी को देखकर, मुस्कुराहट को देखकर कई लोग विश्वास में आए हैं। അതുകൊണ്ടല്ല ഞങ്ങൾ ചിരിക്കാത്തത്. इसीलिए हम मुस्कुराते नहीं हैं। Praise the Lord. हालेलुया। Praise the Lord. हालेलुया। നിന്റെ ചിരി കണ്ടാൽ യേശുവിനെ അടുത്തറിയാം. आपकी मुस्कुराहट को देखकर लोग यीशु के നീ पास आते हैं। അനുഭവിക്കുന്ന സന്തോഷം കണ്ടാൽ യേശുവിനെ അറിയാം. आप जिस आनंद को अनुभव करते हैं उसको देखकर लोग यीशु में आना है। ആരാണെന്ന് ചോദിക്കാതെ आप लोग आपको पूछे आपके जीवन ഈ പോലെ ശബ്ദമേ വസിക്കാനുള്ളത്. നിന്റെ അകത്ത് വചനം നിറഞ്ഞാൽ നീ സന്തോഷിക്കാൻ തുടങ്ങും. हमारे अंदर का वचन आता है तो हम आनंदित हो जाएंगे। നിന്റെ വായിൽ
कुछ लोग जो हैं जब मैं बस में चढ़ती हूँ तो लोग रोड की ओर देखते हैं എന്റെ വസ്ത്രം കണ്ടാൽ അറിയാം ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു. और मेरे वस्त्र देखकर ये मालूम होता है कि मैं प्रचार करने जा रही हूँ. അവർ ഒരിക്കലും കേരളം കണ്ടിട്ടില്ലാത്തതുപോലെ और वो ऐसे बैठे हैं जैसे वो कभी केरल देखे ही नहीं है. हालेलुया. അവർ വിശ്വാസികളാണെന്നുള്ള ആവശ്യം. और दुख इस बात का है कि वो लोग विश्वासी हैं. आमीन. ചില വിശ്വാസികളെ രാവിലെ കണ്ടാൽ പിന്നെ അന്നത്തെ ജീവിതം उस विश्वासी को अगर आप सुबह देखेंगे तो आपका पूरा दिन बिगड़ जाएगा. आमीन. എന്താണ് ചില വിശേഷം? भाई आप कैसा है हालचाल? ഓ എന്നാ പറയാ बोलते हैं क्या बताया അതോട് और आपका दिन खराब हो गया. हालेलुया. നീ തീക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ आप अग्नि के अंदर अगर खड़े हैं എന്താണ് വിശേഷം എന്ന് ഒരാൾ ചോദിച്ചാൽ अगर आपको कोई पूछे कि भाई साहब कैसे हो आपके है कि परमेश्वर के आनंद में आप खुश हैं. और ये एक खूबी है कि वचन हमारे अंदर कार्य करता है. हालेलुया. हालेलुया. और आप जो अंदर अनुभव करते हैं वहां कोई भले ना देखने पाए. और एक खाने वाला परमेश्वर है. हालेलुया. ഒരുപാട് കാര്യങ്ങൾ പറയണമെങ്കിൽ തിയേറ്റർ അനുവദിക്കുന്നില്ല. बहुत सारी बातों को बताना है परंतु थिएटर के लोग अनुमति नहीं देंगे. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. इसलिए मैं संक्षिप्त करना चाहता हूँ. വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ वचन को अगर हमारे अंदर हम सीमित करें മുഖത്ത് സന്തോഷമുണ്ടാകും. हमारे चेहरे पर वो प्रसन्नता മുഖം दिखेगी. മനസ്സിന്റെ കണ്ണാടിയാണ്. और हमारा चेहरा जो है वो मन का दर्पण है. നീ ചിരിച്ചു കാണിക്കുക പലരും നിന്റെ ദൈവത്തെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. आप मुस्कुराओ, कई लोग आपके प्रभु के बारे में पूछ कर आएंगे. ചിരിക്കാൻ പറഞ്ഞോർക്ക് വെറുതെ ചിരിച്ചോണ്ട് വഴി കൂടെ നടക്കില്ല. मैंने मुस्कुराने को कहा इसलिए खाली मुस्कुराता हुए ना चले. വചനം അകത്തിൽ കയറിയതിൽ സന്തോഷിക്കാനാവാം. वचन आपके अंदर है इसके लिए मुस्कुराओ. हालेलुया. അടുത്ത വാക്യം ആ പത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, व्यवस्था विवरण अगर के वचन ऐसा कहता അത് है നിന്റെ കൈമേൽ അടയാളമായി കെട്ടണം. और वो अपने हाथों में एक चिन्ह के रूप में बांध दे. കൈ പ്രവൃത്തിയെ കാണിക്കുന്നു. हाथ जो है वो कार्य को दिखाता है. നീ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വചനം നിന്റെ കൈയിലുള്ള അടയാളം. जहाँ पर आप नौकरी करते हैं वहाँ पर आपका हाथ जो है वो परमेश्वर का कार्य हो. 10 മണിക്ക് പഞ്ച് ചെയ്യാൻ ഓഫീസിൽ നിയമമുണ്ടെങ്കിൽ अगर आपके ऑफिस का नियम ऐसा है कि 10 बजे को पंच करना है 10:30 എന്നിട്ട് സ്വപ്നം പറയുന്നത് 10:30 को वहाँ पर जाकर प्रभु को धन्यवाद नहीं देना. ആ കണ്ടത് കൊണ്ടിട്ടുണ്ട്. किसी को लगा है. हालेलुया. 9:45 നീ കമ്പനിയിലെത്തണം. 8:45 को अपने ऑफिस में पहुंचे അത്യാവശ്യമായ ഫയൽ വർക്ക് തീർക്കാനിരിക്കുമ്പോ और जो काम जरूरी है उसे पूरा करना है. ഞാൻ ഇന്ന് രാത്രി ഓൾ നൈറ്റ് പ്രയറിന് പോയതുകൊണ്ട് ഒന്നും മയങ്ങിയേക്കാൻ വെക്കരുത്. ऐसा ना सोचे कि मैं पूरा रात प्रार्थना कर रही थी इसलिए मैं थोड़ा आराम करूं. നിന്നെ ശ്രദ്ധിക്കുന്ന അനേക കണ്ണുകൾ ലോകത്തിലുണ്ട്. बहुत सारी दृष्टि है जो आपके ऊपर है. ഈ പ്രവൃത്തികളിൽ വ്യത്യസ്തനായിരിക്കണമെന്നാണ് പറയുന്നത്. अपने कार्यों में हम अलग रहे നിന്റെ നെറ്റിയുടെ നടുവിൽ പട്ടമായി കെട്ടണം. और वो हमारे मस्तिष्क के ऊपर लिखा जाए. പട്ടം അധികാരത്തെ കാണിക്കുന്നു. और ये जो है अधिकार को दिखाता है. മുൻപിൽ വരുന്ന വിഷയത്തിനകത്ത് आपके सामने जो विषय आता है സ്വർഗ്ഗം നിനക്ക് തന്ന അധികാരം जो ഉപയോഗിക്കും. आपको जो अधिकार दिया है उसका इस्तेमाल करें. ഒരു രോഗിയെ നിന്റെ മുമ്പിൽ കണ്ടാൽ जब रोगी को आपके सामने देखे യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയാൻ यीशु के नाम में चंगा हो जाए. അധികാരം നിന്റെ മേലുണ്ട്. अधिकार तुम्हारे ऊपर है നിന്റെ വായിൽ തന്നിരിക്കുന്നു. और वो तुम्हारे जुबान में दिया गया है. അകത്തുള്ള വചനം അതിന് ബലം നൽകുകയാണ്. और आपके अंदर जो वचन है वो आपको बल देता है. 2014 ദൈവം തന്റെ അധികാരം നിന്നിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 2014 में परमेश्वर अपना अधिकार आपके द्वारा इस्तेमाल करना चाहता है. ഇന്ന് രാത്രി ഇവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. आज रात का यहाँ पर रोगियों के लिए प्रार्थना करें. ദൈവത്തിന്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ परमेश्वर के अधिकार को इस्तेमाल करते हुए जब दूर है രോഗികൾ ഇന്ന് രാത്രി ഇവിടെ സൗഖ്യമാകും. रोगी लोग चंगाई पाएंगे. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാൽ जो विश्वास करते हैं वो प्रभु को धन्यवाद दे. ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. जो विश्वास करते हैं वो परमेश्वर की महिमा करे. നിന്റെ പട്ടം അധികാരത്തെ കാണിക്കുന്നു. हमारे जो पट्टा है वो एक अधिकार को दिखाता है. പിന്നീട് പറയുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്, और आगे के वचन ऐसा कहता है നീ വീട്ടിലിരിക്കുമ്പോഴും जब तुम भवन में बैठोगे നീ വഴി നടക്കുമ്പോഴും जब तुम सड़क पर से गुजरोगे ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. और इसी वचन को दोहराते रहे മറ്റൊരാളുടെ കുറ്റം പറയാൻ മൊബൈൽ ഓൺ ആക്കുമ്പോൾ और दूसरे की बुराई करने के लिए जब अपने मोबाइल फोन को चालू करते हैं യേശുവിന്റെ വചനം ഇതിനകത്തൂടെ കയറുന്നു. यीशु मसीह का वचन बोलते रहे. വചനം പറയാൻ വരുമ്പോ കുറ്റം പറയാനും പോകും. और जब वचन जब बोलते हैं तब क्या बुराई कर पाएंगे. ഒരേ ഉറവിൽ നിന്ന് കയ്പും മധുരവുമുള്ള വെള്ളം പുറപ്പെടുകയില്ല. और एक ही झरने से कड़वा और मीठा पानी नहीं आएगा. ആമേൻ. आमीन ആമേൻ. आमीन. വചനമകത്ത് കിടക്കുമ്പോൾ നീ നല്ലതേ പറയുള്ളൂ. जब हमारे अंदर वचन है तो मैं अच्छी बातें बोलूंगा. ഞാൻ എന്റെ സന്ദേശം ഇവിടെ मेरे അവസാനിപ്പിക്കും. संदेश को मैं समाप्त करना चाहती हूँ. വചനമകത്ത് കയറിയ മനുഷ്യൻ और जिसके अंदर वचन है
ആയിരിക്കുമെന്നുള്ളത്. एक है कि लंबी आयु जिएगी। ദീർഘായുസ്സ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം. परमेश्वर का वचन कहता है कि लंबी आयु से वो तुम्हें तृप्त करेगा। കേരളത്തിലെ പെന്തക്കോസ്തുകാർ, केरला के जो पेंटिकोस्ट लोग हैं, ആദ്യമായി വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ നാളുകളിൽ पहली बार जब विश्वास में आए थे, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ശവക്കോട്ടയിൽ എന്നുള്ളത്. और उनका सबसे बड़ा विषय जो है वो कब्र था, कब्रिस्तान था, कब्रिस्तान नहीं था। ഞാൻ പറഞ്ഞാണ് പറഞ്ഞത്. ശവക്കോട്ടയിൽ എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം. उसका सबसे बड़ा विषय ये था कि कब्रिस्तान नहीं है। ഇപ്പൊ എല്ലാവർക്കും ശവക്കോട്ടകളുണ്ട്. अभी सब जगह पे कब्रिस्तान പക്ഷെ है। വചനം പറയുന്നു മതി എന്ന് പറയുന്നവരെ ദീർഘായുസ്സാണ്. परमेश्वर का वचन कहता है कि जब बस कहेंगे उसको वहां पर लंबी आयु दी गई है। ശവക്കോട്ട മേടിച്ചതിന് മിച്ചോട് ആരെയും പറയാനില്ല. सब जो कब्रिस्तान है खरीद तो लिया है, परंतु अभी दफनाने के लिए वहां पे कोई नहीं है। ഇപ്പൊ തന്നെ പലരും പേടിച്ചിരിക്കാൻ തോന്നുന്നു. कई लोग घर में बैठे हुए हैं। हालेलुया, हालेलुया। ഈ മതി എന്ന് പറയുന്നത് വരെ നീ ആയുസ് കൂട്ടാൻ പോവുകയാണ്. और जब तुम कहेंगे बस, तब तक परमेश्वर आपकी आयु को लंबी करने वाला है। ദൈവം നിനക്ക് തന്നെ ആയുസ്സിനെ കുറയ്ക്കാൻ നിനക്കും അധികാരമില്ല, മറ്റൊരു ശക്തിക്കും അധികാരമില്ല. परमेश्वर ने आपको जो आयु दिया है उसको कोई भी कम नहीं कर सकता। കേരളത്തിലെ ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. केरल के परमेश्वर के दास ने ऐसे कहा, ദൈവം നിനക്ക് വെച്ച ആയുസ്സിന്റെ മുൻപേ परमेश्वर ने आपके लिए जो आयु रखा है उससे पहले, വണ്ടി ഇടിച്ച് നിന്നെ പാത്രത്തിനകത്ത് വാരി കൂട്ടിയാലും നീ അവിടെ എഴുന്നേറ്റ് വരും. और भले गाड़ी को टक्कर मारे, वहां से तुम्हें दूसरे बर्तन में उठा के ले जाए, इतनी खतरनाक के बीच में वो तुम्हें बचाएगा। हालेलुया। ദൈവം നിനക്ക് തന്ന വാഗ്ദത്തങ്ങൾ തീരാതെ, परमेश्वर का जो वायदा है वो अपनी है, ദൈവം നിനക്ക് തന്ന ആയുസ്സ് തീരാതെ और परमेश्वर ने जो आयु दिया है वो खत्म ना हो। അവനെ തൊടുവാൻ ആർക്കും കഴിയില്ല. कोई भी तुम्हारे प्राण को स्पर्श नहीं कर सकता। ആയുസ്സോടെ നിനക്ക് തൃപ്തി വരുത്താൻ പോവുകയാണ്. अपनी उम्र से वो तुम्हें तृप्त करेगा। ഈ മാരകമായ രോഗത്തിന് അടിമയാണെങ്കിലും भले आपके जीवन में कितनी भी बड़ी बीमारी ദൈവം हो, നിനക്ക് വെച്ച ആയുസ്സിനെ ഖണ്ഡിക്കാനുള്ള കഴിയില്ല. प्रभु ने आपके लिए एक उम्र रखा है। യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകാൻ പോവുകയാണ്. यीशु के नाम में छुटकारा पाए। നീ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. यीशु के नाम में छुटकारा पाए। നാമത്തിൽ നീ രോഗം മാറാൻ പോവുകയാണ്. यीशु के नाम में सारी बीमारी दूर हो जाए। हालेलुया। हालेलुया, हालेलुया। രണ്ടാമത്തെ കാര്യം, दूसरी बात, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ദൈവം നിനക്ക് അവകാശമാണ്. यहाँ पर तुम अपने कदमों को लगाएंगे, परमेश्वर वो स्थान आपको देगा। വചനം അനുസരിക്കുന്ന ഒരു ഭക്തൻ और जो भक्त परमेश्वर के वचन का पालन करता है, ഉള്ളങ്കാൽ ചവിട്ടുന്ന വീട് നിന്റെ കയ്യിൽ. जहाँ पर जो अपने पैरों को लगाएगा वो जगह परमेश्वर आपको देगा। कितने लोग विश्वास करते हैं? हालेलुया, हालेलुया, हालेलुया। യേശുവിനെ കുറിച്ച് പറയാൻ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വീടുകളുണ്ടെന്നിരിക്കട്ടെ, और ऐसा अगर हो जो यीशु मसीह के बारे में सुनना नहीं चाहते हैं, जानना नहीं चाहते हैं, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നീ അവരുടെ വീട്ടിൽ ചെന്നാൽ भले किसी जरूरत को लेकर आप उस भवन में जाए ഈ കാലിൽ വെച്ചിട്ട് നീ പ്രാർത്ഥിക്കണം, യേശുവിന്റെ നാമത്തിൽ എനിക്ക് അവകാശം. और उस जगह पर अपने कदमों पर रख के प्रार्थना करें कि प्रभु इस घर को तू आशीष दे। വിശ്വസ്തയോട് പ്രാർത്ഥിച്ചോ, ആ വർഷം തീരുന്നതിന് മുൻപ് നിന്നോടൊപ്പം ഒരു ആരാധന. विश्वास करके प्रार्थना करें कि वो साल खत्म होने से पहले लोग आपके साथ आराधना में आएंगे। यहाँ पर अपने कदमों को लगाएंगे और इस जगह पर विश्वास से प्रार्थना करें कि परमेश्वर वो आपको देगा। നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചിലർ നിന്നോടൊപ്പം മുന്നോട്ട് നടക്കാൻ പോകുകയാണ്. और जिस विषय के लिए आप लिख के प्रार्थना करते हैं वो कुछ लोग आपके साथ जुटने देंगे। 2013 വരെ നീ പ്രാർത്ഥിച്ചിട്ട് നിന്നോടൊപ്പം മുട്ടുകുത്താത്ത ചിലർ 2014 അവസാനിക്കുന്നതിന് മുൻപ് നിന്നോടൊപ്പം ദൈവസഭയിൽ മുട്ടുകുത്താൻ പോകും. 2013 तक प्रार्थना की है, जो आपके पास अभी तक आए नहीं है, 2014 में वो आपके साथ बैठ के प्रार्थना करेंगे। നിന്റെ പ്രാർത്ഥനയെ കുറിച്ച് കുറ്റം പറയുന്ന ചിലർ നിന്നോടൊപ്പം മുട്ടുകുത്താൻ പോകുകയാണ്. और जो लोग आपकी प्रार्थना की बुराई करते हैं वो भी आपके साथ प्रार्थना करेंगे। നീ പ്രാർത്ഥിച്ചിട്ട് എന്നാ നടന്നെന്ന് ചോദിക്കുന്ന ചിലർ നിന്റെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാമോ? जो लोग आपसे कहते हैं कि आपको प्रार्थना कर क्या मिला, वो लोग आपसे कहेंगे कि मेरे लिए प्रार्थना करो। हालेलुया, ഹല്ലേലൂയ. हालेलुया। മൊബൈൽ ഫോൺ അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം, എപ്പോഴാ കോൾ വരുന്നെന്ന് അറിയത്തില്ല. इसलिए मोबाइल फोन संभाल के इस्तेमाल करें, कब फोन आएगा आपको पता नहीं चलेगा। ചിലരെ വിളിച്ചാൽ നമ്പർ ബിസിയാ. कुछ लोग को बुलाते हैं तो नंबर हमेशा बिजी है, വേണ്ടാത്ത കാര്യം പറഞ്ഞ് ബിസി ആക്കല്ലേ ഫോണ്. और बेकार की बातें करते हुए फोन को बिजी ना करना। കാരണം അത്യാവശ്യമായ ചില പ്രാർത്ഥനാ വിഷയം അതിന് ഫോണിൽ പറയാൻ क्योंकि പറ്റും. जरूरी
तीसरी बात बताना चाहता हूं, നിന്നെ കുറിച്ചുള്ള പേടി ലോകത്തിലുണ്ടാകും. और लोग आपके बारे में डरेंगे. ആമേൻ പറയാമോ? हालेलुया. നിന്നെ കുറിച്ചുള്ള ഒരു ഭീതി ദേശത്തിന്റെ മേൽ വീഴാകും. लोगों के मन में आपके बारे में एक भय रहेगा. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനെതിരെ കളിക്കരുതെന്ന് വിളിച്ചു പറയാൻ പോകുകയാണ്. और लोग कहेंगे कि भाई ये प्रार्थना करता है, इनसे नहीं खेलना. ഹാമാന്റെ ഭാര്യയ്ക്ക് വളരെ വൈകിയ വെളിപ്പാടുണ്ടായി. और हमान की पत्नी जो है उसे बहुत ही देरी से प्रकाशित हुआ. വെറുതെ കാശ് കൊടുത്ത് കഴിവുവരെ പണിയിച്ചപ്പോൾ ആ വെളിപ്പാടുണ്ടായത് കാശ് പോകത്തില്ല. अगर जब इतने पैसा बिगाड़ने के बाद फांसी का फंदा बनाया, अगर वो प्रार्थना किया होता तो उसकी वो खर्चा बच जाता. വെളിപ്പാട് പ്രാപിച്ചപ്പോൾ അവൾ പറയുക, "മൊർദെഖായി യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കില്ല." प्रार्थना करने के बाद वो कहती है कि अगर मोर्देखाई यहूदी है तो उसके ऊपर प्रबल नहीं होगा. യഹൂദൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുന്നവനെന്ന്. और यहूदी का अर्थ जो है प्रभु की स्तुति करने वाला. നീ ദൈവത്തെ സ്തുതിക്കുന്നയാളാണെങ്കിൽ ലോകം നിന്നെ ജയിക്കില്ല. अगर तू परमेश्वर की स्तुति करने वाला व्यक्ति है तो ലോകം നിന്നെ ജയിക്കാൻ കഴിയില്ല. दुनिया तुम्हारे ऊपर प्रभुत्व नहीं करेगा. പ്രാർത്ഥിക്കുന്നവനെ ലോകം ജയിക്കില്ല. जो प्रार्थना करते हैं उसके ऊपर कोई प्रभुत्व नहीं करेगा. നിന്നെ ഭയപ്പെടാൻ തുടങ്ങും. और वो तुमसे डरेंगे. Praise the Lord. हालेलुया. Praise the Lord. हालेलुया. ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തും. जब भी ऊपर वो तुम्हें देगा. ഉള്ളം കാഴ്ച വിടുന്ന ഒക്കെ അവകാശമായി जहाँ पर भी तुम अपने शरीर को रखेंगे वो तुम्हें देगा. കുറിച്ചുള്ള ഭീതി ദേശത്തിന്റെ മേൽ വീഴും. लोग तुम्हारे बारे में डरने लगेंगे. അതിരുകൾ വിശാലമാകും. और तुम्हारी सारी सीमाएं बढ़ने ദൈവസഭയുടെ लगेंगी. അതിരുകൾ വിശാലമാകാൻ परीक्षा തുടങ്ങും. की सीमाएं बढ़ने लगे. പ്രാർത്ഥനയുടെ അളവ് വർദ്ധിപ്പിച്ചോ. प्रार्थना के रात को बढ़ाए. അകത്തു കയറിയവർ അടങ്ങിയിരിക്കരുത്. जो उसके अंदर है वो शांत न रहे. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. प्रभु कोई अद्भुत कार्य को करने वाला है. ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കാൻ പോകുകയാണ്. परमेश्वर अपने कार्य को आरंभ करने वाला है. നിനക്കെതിരെയുള്ളവർ നിന്നെ ഭയപ്പെടാൻ തുടങ്ങും. आपके विरुद्ध जो है वो आपसे भयभीत होंगे. ചില വർഷങ്ങൾക്ക് മുൻപ് कुछ साल पहले ഒരു ദൈവദാസൻ एक परमेश्वर के दास ഒരു പോസ്റ്റിന്റെ അടുക്കൽ നിന്ന് ദൈവവചനം വിളിച്ചു പറയുക. और एक पोस्ट के बाजू में खड़े रहकर परमेश्वर से कहता है, അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിലേക്ക് വന്നയാളാണ്. और वो मुस्लिम धर्म से प्रभु में आए हुए हैं. ആ മനുഷ്യൻ അവിടെ നിന്ന് സുവിശേഷം വിളിച്ചു പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. और वो वहां पर खड़े रहकर सुसमाचार की घोषणा कर रहे हैं. सुनने वाले एक भाई को वो पसंद नहीं ഒരു आया. മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് ആ ദൈവദാസനെ പിടിച്ച പോസ്റ്റ് കെട്ടിയിട്ട് ഒറ്റയടി വെച്ചു കൊടുത്തു. और वो भाई आकर इस परमेश्वर के दास को उस खंबे के साथ बांधकर उसे थप्पड़ मारा. കുറെ സമയം കഴിഞ്ഞ് ആരോ അഴിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. और कुछ समय के बाद किसी ने उसे खोल दिया और वो परमेश्वर के दास घर गए. ആ ദൈവമനുഷ്യൻ ഒരിക്കൽ പോലും ആ അടിച്ചയാളിനെതിരെ പ്രതികരിച്ചില്ല. कभी भी वो परमेश्वर के दास उस मारने वाले व्यक्ति के और नहीं गया. നിന്നെ കുറിച്ചുള്ള ഭീതി ദൈവം അയക്കാൻ പോവുകയാണ്. आपके बारे में लोग परमेश्वर एक घर लोगों को देने वाला है. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? क्या वो आपको पता है? 6 മാസം തികഞ്ഞപ്പോൾ 6 महीने के बाद ഏത് പോസ്റ്റിലാണോ കെട്ടിയിട്ട ദൈവദാസനെ അടിച്ചത് जिस खंबे के साथ उस परमेश्वर के दास को बांधकर मारा गया, ആ പോസ്റ്റിൽ ഒരു കൈ തൂങ്ങി കിടക്കുന്നു. और उसी खंबे में एक हाथ लटका हुआ है. അടിച്ചയാളിന്റെ കൈ ആ പോസ്റ്റിൽ തൂങ്ങി കിടക്കുകയാണ്. और जिसने परमेश्वर के दास को मारा था उसका हाथ यहाँ पर है. ഇന്ന് ആ ദൈവദാസനെ ആ ദേശത്തിന് പേടിയാണ്. आज उस परमेश्वर के दास से लोग डरते हैं. വചനമകത്ത് വഹിക്കുന്ന നിന്നെ ജനം ഭയപ്പെടണം. आपके अंदर अगर परमेश्वर का वचन है तो लोग तुमसे डरेंगे. അഭിഷിക്തന്മാർക്ക് നേരെ വാക്കുയർത്താൻ ഒരു മനുഷ്യനെ ദൈവം അനുവദിക്കില്ല. अभिषिक्त के विरुद्ध आवाज उठाने को परमेश्वर किसी को अनुमति नहीं देता. വചനമകത്ത് വസിക്കുന്ന वचन जिसके अंदर है